Good morning. Good morning, ma'am. Okay, good morning. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സി ഉണ്ടോ ക്ലാസ്സില്? സി ഉണ്ടോ ക്ലാസ്സില്? സി ഉണ്ടോ ക്ലാസ്സില്? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മള് ശരി. അപ്പം നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? മെഡിക്കൽ ഇൻഷുറൻസ് ആയിരുന്നു അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസിലെ നമ്മള് ഏതൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ? ആദ്യം തന്നെ ഓക്കെ ഗുഡ് മോർണിംഗ് ട്ടോ. അപ്പൊ നമ്മള് ഇൻഷുറൻസ് എന്താന്നുള്ളതും കുറെ ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? ഇൻഷുർഡ് പേഴ്സൺ ആരാണ് അല്ലെ? ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസി ഹോൾഡർ ആണ് അല്ലെ? അതായത് നഷ്ടം സംഭവിച്ച നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു. കുറേ ടേമുകൾ നമ്മൾ കണ്ടു കേട്ടോ. അതുപോലെ ഇൻഷുറൻസ് പോളിസി എന്താണ്, പ്രധാനപ്പെട്ട ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ് അല്ലെ? മെഡിക്ലെയിം ഇൻഷുറൻസിനേക്കാളും കുറെ കൂടെ എന്താ പറയാ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പോളിസി കവറേജ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയില് ഏറ്റവും മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേംസുകളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് മാത്രമാണ് പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെ, ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, സാധാരണയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്യുന്ന ചെലവുകൾ അല്ലെ, ചെലവുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലെ? അതുപോലെ നമ്മൾ IRDAIയുടെ അല്ലെ, എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത അല്ലെ, കവർ ചെയ്യപ്പെടാത്ത എന്തുണ്ട്? ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ചില കണ്ടീഷൻസുകളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാന്നുള്ളതും അതന്നെ, ഇൻഷുറൻസ് കിട്ടാത്ത ചില അവസ്ഥകളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാന് സിയാൻ അന്വേഷിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ സിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് മെസ്സേജസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർമ്മയുണ്ടല്ലോ, കോസ്മെറ്റിക് സർജറീസ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇത് ചോദിച്ചിരുന്നു അല്ലെ, എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടീനെ അന്വേഷിച്ചത് കേട്ടോ. അപ്പൊ നമ്മള് കോസ്മെറ്റിക് സർജറീസ്, അതുപോലെ IVF ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് ഇതിനൊന്നും എന്ത് കിട്ടില്ല? ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല. ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് കേട്ടോ, കോസ്മെറ്റിക് സർജറിക്ക്, IVF ഫെർട്ടിലിറ്റിക്ക് കിട്ടില്ല. പ്രഗ്നൻസി, അബോർഷൻ അതിനൊന്നും നമുക്ക് കവറേജ് കിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ചില ഹെൽത്ത് സപ്ലിമെന്റ്സ് അതിനൊന്നും കിട്ടില്ല എന്ന് കണ്ടിരുന്നു. സെൽഫ് ഹാമിന് കിട്ടില്ല. അതായത് നമ്മള് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ട് അതുമൂലം നമുക്ക് എന്തെങ്കിലും പരിക്കോ അപകടങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു കാരണവശാലും ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത് അല്ലെ? ഇതുവരെയാണ് നമ്മൾ എടുത്തത്. ഇതുവരെ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ ദ വെയിറ്റിംഗ് പീരീഡ്. അതായത് ഒരു വെയിറ്റിംഗ് പീരീഡില് കവർ ചെയ്യപ്പെടാത്ത ചില അസുഖങ്ങൾ. അപ്പൊ എന്താണ് വെയിറ്റിംഗ് പീരീഡ് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞിരുന്നു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത ചില അവസ്ഥകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ? അതിനകത്ത് നമ്മൾ പറഞ്ഞു പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് പറഞ്ഞു. മുൻപുണ്ടായിരുന്ന ചില ഹെൽത്ത് കണ്ടീഷൻസ്, ഇപ്പൊ കൊളസ്ട്രോളോ അല്ലെങ്കിൽ വല്ല BP-യോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ അതിന് ശേഷമാണ് പോളിസി എടുത്തത്. ഓക്കെ, അപ്പൊ എടുത്ത പോളിസിക്ക് നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കൊന്നും നമുക്ക് എന്ത് കിട്ടില്ല? കവറേജ് കിട്ടില്ല. അപ്പൊ നമ്മളൊരു വെയിറ്റിംഗ് പീരീഡിന്റെ കാലം നമ്മളവിടെ പറഞ്ഞു. ചില അസുഖങ്ങൾക്ക് നമ്മൾ ഉടനടി ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ പരിരക്ഷ ലഭിക്കില്ല. അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഒരു ചെറിയൊരു കാലയളവുണ്ട്.
ഓക്കെ, അപ്പൊ ആ കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? അത്തരം അസുഖങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ആ ഒരു കവറേജ് നമുക്ക് ലഭിക്കുള്ളൂ. ആ കാലയളവ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ പറഞ്ഞു 12 to 48 months എന്ന് പറഞ്ഞാൽ ഒരു വർഷം തൊട്ട് 4 വർഷം വരെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ആ ഒരു കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഒരു അസുഖങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുള്ളൂ. അതിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ വെയിറ്റിംഗ് പീരീഡ് ഓക്കെ ദീപ കറക്റ്റ് ആണ്. 12 to 48 months. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതൊരു നിശ്ചിത കാലയളവാണ്, വെയിറ്റിംഗ് ടൈം ആണ് അല്ലെ. ഒരു നിശ്ചിത കാലയളവാണ്. ആ ഒരു കാലയളവില് നമുക്ക് എന്ത് കിട്ടില്ല? ഇൻഷുറൻസോ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ചികിത്സകളോ അങ്ങനെ ഒരു ആനുകൂല്യങ്ങൾ ഒരു ഇതും കവറേജ് നമുക്ക് ലഭിക്കില്ല, ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ആ ഒരു കാലയളവിനെയാണ് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. വെയിറ്റിംഗിൽ ഇരിക്കണം നമ്മൾ, മനസ്സിലായോ? ഒരു നിശ്ചിത കാലയളവാണ്. ആ ഒരു കാലയളവില് നമുക്ക് എന്ത് ചെയ്യില്ല? ഒരു ചികിത്സകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ കവറേജോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. ഇൻഷുറൻസ് എടുത്തിട്ടായാലും കേട്ടോ, ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു നിശ്ചിത കാലയളവ് വരെ നമുക്ക് എന്ത് ലഭിക്കില്ല? ആ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ചില അസുഖങ്ങൾക്ക്, എല്ലാത്തിനല്ല പറയുന്നത്, അത്തരം അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? ഒരു വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് കവറേജ് ലഭിക്കാത്ത ചില അസുഖങ്ങളുണ്ട്. പക്ഷെ ആ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് പരിരക്ഷ ലഭിക്കും. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും. രവി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഒരു ആക്സിഡന്റ് കവറേജ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ആക്സിഡന്റ് കവറേജിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. 30 ദിവസമാണ് എന്ന് വെച്ചാൽ ആ 30 ദിവസത്തിനുള്ളില് 30 ദിവസത്തിന് ശേഷം മാത്രം ആ പ്ലാൻ ആക്ടിവേറ്റ് ആവുള്ളൂ. പക്ഷേ രവിക്ക് ഈ 30 ദിവസത്തിനുള്ളിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ഓക്കെ, ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ രവി എന്ത് ചെയ്യാണ്? ക്ലെയിം ചെയ്യാണ്. എനിക്ക് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു, 30 ദിവസം ആയിട്ടില്ല, അതിനുള്ളിൽ ഇയാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അയാൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യും? ആ ക്ലെയിം റിജക്ട് ചെയ്ത് കളയും. മനസ്സിലായോ? ആ സമയത്ത് നമുക്ക് ക്ലെയിം കൊടുക്കാനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടാനോ ഉള്ളൊരു എന്തില്ല, നമുക്ക് ആ ഒരു റൈറ്റ് അതില്ല അവിടെ. അതിനുശേഷം ആ 30 ദിവസത്തിന് ശേഷമായിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ പരിരക്ഷ കിട്ടുമായിരുന്നു. എന്നതുപോലെ ആ ഒരു കാലയളവില് പരിരക്ഷ ലഭിക്കാത്ത ചില അസുഖങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നോക്കുക, ഈവൻ ദോ മോസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കവർ എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഡിസീസസ്. അല്ലെ, ഒരുവിധം എല്ലാ അസുഖങ്ങളും അതിൽ കവർ ചെയ്ത് പോകും. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ കവർ ചെയ്ത് പോകും. There are some kinds of illness which are not covered for the first few years. ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് വർഷം, അതാണ് നമ്മൾ പറഞ്ഞ 12 to 48 months. ഒരു വർഷം മുതൽ ചിലപ്പോൾ 4 വർഷം വരെയൊക്കെ നമുക്ക് എന്ത് കിട്ടില്ല? പരിരക്ഷ നമുക്ക് ലഭിക്കില്ല, കവറേജ് ലഭിക്കില്ല. Given below is the list of diseases which are not covered under the health insurance but come with a വെയിറ്റിംഗ് പീരീഡ്. പക്ഷെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതാണ്. ആ ഒരു കാലയളവ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? കവറേജ് ലഭിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആ അസുഖങ്ങള്? വെയിറ്റിംഗ് പീരീഡിൽ ഉൾപ്പെടാത്ത അസുഖങ്ങൾ, ആ ഒരു പരിരക്ഷ ലഭിക്കാത്ത അസുഖങ്ങൾ ഏതൊക്കെയാണ്? നോട്ട് ചെയ്ത് വെക്കണോണ്ടാ ചോദിക്കും നിങ്ങളോട്. താഴെ തന്നിരിക്കുന്നവര് ഏത് അസുഖമാണ് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്ത് പോവാത്തത്? ഏതൊക്കെയാണ്? ഒന്ന് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ് കേട്ടോ. ദഹനനാളത്തിലൊക്കെ ഉണ്ടാവുന്ന അൾസറുകള്, ഓക്കെ, മുഴകളൊക്കെ അങ്ങനത്തേന് കിട്ടില്ല കേട്ടോ. കുറച്ച് വർഷങ്ങളോളം കിട്ടാത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്തതാണ് എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഫിസ്റ്റുല കേട്ടിട്ടില്ലേ? പൈൽസ്, ഫിസ്റ്റുല രണ്ടാണ് കേട്ടോ. എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. പിന്നെന്താണ്? ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH, ഒരു അസുഖമാണ് കേട്ടോ. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ട്ടോ, BPH പുരുഷന്മാരിൽ ഉണ്ടാകുന്നതാണ്. അതായത് അവരുടെ മൂത്രസഞ്ചിയോട് തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പൊ ആ ഗ്ലാൻഡ് ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു 40-45 വയസ്സൊക്കെ കഴിയുമ്പോൾ ആ ഗ്രന്ഥി എന്ത് ചെയ്യാൻ തുടങ്ങും? അകാരണമായിട്ട് വലുപ്പം വെക്കാനായിട്ട് തുടങ്ങുകയാണ്. നീർവീക്കം കൊണ്ട് ഇൻഫ്ലമേഷൻ വരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഒരു 90% ക്യാൻസർ അല്ലാത്ത ഇൻഫ്ലമേഷൻസ് ആയിരിക്കും. പക്ഷെ ഒരു 10% എങ്കിലും ക്യാൻസർ മൂലം ഉണ്ടാകുന്ന വീക്കായിരിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് കേട്ടിട്ടില്ല, ആ സംഭവമാണ്. അപ്പൊ അതിനകത്ത് ക്യാൻസർ അല്ലാത്തത് കേട്ടോ, ക്യാൻസർ അല്ലാത്ത ആ ഒരു പ്രോസ്റ്റേറ്റ് വീക്കം, ഇൻഫ്ലമേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. പേര് കണ്ടപ്പോ പറഞ്ഞു മാത്രം. ഓക്കെ, അടുത്തത് എന്താണ്? ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് കേട്ടോ. പൈൽസ്, ഹെമറോയിഡ്സ് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്. പിന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്.
ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, അതായത് നമ്മുടെ പ്രഗ്നൻസിയോ ഇൻഫെക്ഷനോ അതല്ലാത്ത കാരണം കൊണ്ട് വരുന്ന യൂട്രസിൽ നിന്ന് വരുന്ന ബ്ലീഡിങ്ങുകൾ, മേ ബി മെൻസ്ട്രൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ബ്ലീഡിംഗ് ആയിരിക്കും. എന്തായാലും പ്രഗ്നൻസിയോ ഇൻഫെക്ഷനോ ട്യൂമറോ അതുമൂലം വരുന്ന ബ്ലീഡിംഗ് അല്ല, അല്ലാതെ വരുന്ന ബ്ലീഡിംഗ്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്. അതുപോലെ തന്നെ കാറ്ററാക്ട് അറിയാലോ, തിമിരമാണ് കേട്ടോ, തിമിരമാണ് ഉദ്ദേശിക്കുന്നത്. ഹെർണിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് അഡിക്ഷൻ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ചില കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാല് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് അവർക്ക് ചില ട്രീറ്റ്മെന്റുകൾ കൊടുക്കും, ചിലപ്പോൾ തെറാപ്പികൾ കൊടുക്കേണ്ടതായിട്ട് വരും, കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? അഡിക്ഷൻ ട്രീറ്റ്മെന്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെന്താണ്, പൂർണ്ണമായിട്ട് കിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. ഒരു വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത അസുഖങ്ങളാണ് ഈ പറയുന്നത്. ഒരു കാലയളവ് കഴിഞ്ഞത്, നിശ്ചിത കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പരിരക്ഷ ലഭിക്കും. പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ എന്ത് വരില്ല, കവർ ചെയ്യാത്ത അസുഖങ്ങളാണ് കേട്ടോ. പിന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് കേട്ടോ, ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട് ഫ്രം ആൻ ആക്സിഡന്റ്, അതായത് ഇപ്പൊ ആക്സിഡന്റ് അല്ലാതെയുള്ള കാരണം കൊണ്ട് വരുന്ന എന്താ പറയാ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ നമുക്ക് പല്ലിനൊക്കെ എന്തെങ്കിലും സംഭവിക്കാം, അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ. ആക്സിഡന്റ് അല്ലാതെ വരുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്. പിന്നെന്താണ്, ജനറ്റിക് ഡിസീസ് ഓർ കൺജെനിറ്റൽ കണ്ടീഷൻസ്. ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതക വൈകല്യങ്ങൾ അല്ലെ, ജനിതക വൈകല്യങ്ങള്. അതുപോലെ കൺജെനിറ്റൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ബർത്ത്, ജന്മനാ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ. അതിനൊന്നും ഒരു കാലയളവ് വരെ ഇൻഷുറൻസ് എടുത്താലും ഒരു കാലയളവ് വരെ നമുക്ക് എന്ത് ലഭിക്കില്ല? കവറേജ് ഒന്നും തന്നെ ലഭിക്കില്ല, എന്നുവെച്ചാൽ പരിരക്ഷ ലഭിക്കില്ല. പക്ഷെ എന്താണ്, ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ഒക്കെ കിട്ടും. പക്ഷെ അതുവരെ എന്ത് കിട്ടില്ല? ഇത്തരം അസുഖങ്ങൾക്ക് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. മനസ്സിലായോ? ആ അസുഖങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്? എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പല ടൈപ്പുകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ടൈപ്പ് ഓഫ് പോളിസികളുണ്ട്, ഒത്തിരി പോളിസികളുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ വിവിധ ടൈപ്പുകളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 5 ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ് 5 ടൈപ്പ്? ഒന്നാമത്തത് ഹോസ്പിറ്റലൈസേഷൻ കവർ, അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. രണ്ടാമത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ. മൂന്നാമത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കേട്ടോ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. പേരിൽ തന്നെ നമുക്ക് കുറെയൊക്കെ ഗസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നാലാമത്തെ എന്താണ്? പേഴ്സണൽ ആക്സിഡന്റ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ. അഞ്ചാമത്തെ എന്താണ്? ടോപ്പ് അപ്പ് കവർ, അഞ്ചാമത്തെ ടോപ്പ് അപ്പ് കവർ. ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ തുടക്കം പഠിച്ചിരുന്നു അല്ലെ. മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കവറേജ് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ വിവിധ ടൈപ്പുകളാണ് നമ്മളിപ്പോ കണ്ടത്. ഇതൊക്കെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലൈസേഷൻ ഹോസ്പിറ്റൽ ക്യാഷ് കവർ, പിന്നെ മൂന്നാമത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, നാലാമത്തത് പേഴ്സണൽ ആക്സിഡന്റ് കവർ, ആൻഡ് ഫിഫ്ത് വൺ ടോപ്പ് അപ്പ് കവർ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് വായിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാം. സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവും, എന്നിട്ട് വായിക്കാം കേട്ടോ. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം അല്ലെ, എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആക്സിഡന്റ് മൂലം ഈ രോഗി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെലവ്, അത്തരം ചെലവുകൾക്ക് എന്താണ് കവറേജ് ലഭിക്കാറ്. അത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ കവർ എന്ന് പറയുന്നതും പോളിസി രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു എഗ്രിമെന്റ് ആണ്, പഠിച്ചിരുന്നതാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എഗ്രിമെന്റ് ആണ്, ഒരു കരാറാണ്. അതിനകത്ത് പറയുമ്പോൾ ടേംസ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ് പോളിസി എന്ന് പറയുന്നത്. കവർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോളിസിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് കേട്ടോ.
പ്രയോജനങ്ങളാണ് കവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പരിരക്ഷ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഇത് പോളിസി ആണോ എന്ന് ചിന്തിക്കേണ്ട, പോളിസി ആയിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഒരു പോളിസിയിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സുകൾക്കാണ് കൂടുതൽ നമ്മൾ കവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്താണ്? ഒരു രോഗി അസുഖം മൂലമോ ആക്സിഡന്റ് മൂലമോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മെഡിക്കൽ ചെലവുകൾക്കൊക്കെ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് എന്ത് ലഭിക്കുകയാണ്? പരിരക്ഷ ലഭിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ടൈപ്പാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു എക്സ്പെൻസ് എങ്ങനെയാണ് അത് നമ്മൾ വഹിക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ബിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ്. ആ ഒരു ആശുപത്രിയിൽ ഉണ്ടായ ചെലവുകളുടെ ബില്ലുകൾ, ഓക്കെ, ആ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ഒരു ചെലവുകൾ ആ ഒരു എന്താ പറയാ എമൗണ്ട് അവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഇനി രണ്ടാമത്തെ എന്താണ്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അതെന്താണെന്നറിയോ പ്രത്യേകത? നമ്മൾ ഇപ്പൊ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അതിനകത്ത് ആ ഒരു കവറേജിനകത്ത് ഉൾപ്പെടാതെ വരുന്ന ചില ചെലവുകളുണ്ട്. മനസ്സിലായി? നമ്മൾ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് എന്താ പറയാ ലഭിക്കാത്ത ചില, അല്ലെങ്കിൽ പരിരക്ഷ ലഭിക്കാത്ത ചില എന്താ പറയാ ചെലവുകളുണ്ട് അല്ലെ, മറ്റു പല എക്സ്പെൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. മെഡിക്കൽ എക്സ്പെൻസസ് അല്ല, നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് നമ്മൾ പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു, അങ്ങനെ വരുന്ന നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ബിവറേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകൾ നമ്മൾ അത് തന്നെ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പല ചെലവുകൾ വരും. അതൊക്കെ എന്താണ്? നോൺ മെഡിക്കൽ ചെലവുകളാണ് അല്ലെ, നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. അങ്ങനെയുള്ളതിന് എന്താണ്? പരിരക്ഷ ലഭിക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് എന്താണ്? മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. അതിൽ കൺസൾട്ടേഷൻസ് വരും, ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ്, റൂം റെന്റുകള്, അങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ ചെലവുകളും അതിനകത്ത് കടന്നു പോകും. അതേസമയം അതിൽ ഉൾപ്പെടാത്ത നോൺ മെഡിക്കൽ എക്സ്പെൻസസുകൾ കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വായിക്കാട്ടാ നമുക്ക്. പിന്നെ മൂന്നാമത്തെ എന്താണ്? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ഇൽനെസ് അതായത് ഗുരുതരമായിട്ടുള്ള അസുഖം. ചില അസുഖങ്ങൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അതന്നെ തീവ്രമായിട്ടുള്ളത്, ഹാർട്ട് അറ്റാക്ക് ആവാം, സ്ട്രോക്ക് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവയവം മാറ്റിവെക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം അസുഖങ്ങൾക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് പരിരക്ഷ ലഭിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ചില ക്രിട്ടിക്കൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, പക്ഷെ റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും അല്ലെ. ആ റിക്കവറിങ് ടൈമിന് നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് വരും. പ്രത്യേകിച്ച് നമ്മളാണ് ഒരു വീട്ടിലെ സോഴ്സ് ഓഫ് ഇൻകം, നമുക്കാണ് ഒരു ക്രിട്ടിക്കൽ അസുഖം വരുന്നതെങ്കിൽ നമ്മൾ റിക്കവർ ചെയ്ത് വരുമ്പോഴേക്കും കുടുംബത്തെ ചെലവുകളൊന്നും നമുക്ക് നടത്താനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഇതിനകത്ത് കയറിപ്പോയിക്കോളും. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അങ്ങനെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ, കവർ എടുത്തിട്ടുണ്ടെങ്കിൽ ലഭിക്കും. ഓക്കെ, അപ്പൊ പേരിൽ തന്നെ നമുക്ക് കിട്ടിയില്ലേ. പിന്നെ ഏതാ നാലാമത് നമ്മൾ പറഞ്ഞത്? പേഴ്സണൽ ആക്സിഡന്റ് കവറാണ്. ആ പേരിൽ തന്നെ കിടപ്പുണ്ട് അല്ലെ. ആക്സിഡന്റ് മൂലം അല്ലെ, അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക്, ചെലവുകൾക്ക് പരിരക്ഷ കൊടുക്കുന്ന ഒരു കവറേജ് ആണ് എന്ത്? പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഓക്കെ. അടുത്തതാണ് ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് കവർ എന്തായിരിക്കും? ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നിലവിലുള്ള നമ്മൾക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ടാവും, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ ഒരു റേഞ്ച് ഉണ്ടാവും, ഇത്ര രൂപ വരെയുള്ള ചെലവുകളാണ് അതിനകത്ത് കവറേജ്. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുടെയൊക്കെ ട്രീറ്റ്മെന്റുകളാണെങ്കിൽ അതിനകത്ത് കവർ, അത് ഓരോ ഇൻഷുറൻസിനനുസരിച്ചിരിക്കും. 5 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ 5 ലക്ഷം വരെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് അതിൽ കവർ ചെയ്തു പോകും. അപ്പോ നിലവിലുള്ള ഹോസ്പിറ്റൽ ഇൻഷുറൻസിൽ കവർ ചെയ്തു പോവാതെ അഡീഷണൽ ചെലവ് വരെയാണെന്ന് വിചാരിക്കാം. അതായത് നമ്മളിപ്പോ ഒരു 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക്, അങ്ങനെ ഒരു കവറേജ് ആണ് നമ്മൾ എടുത്തേക്കണേ. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് 5 ലക്ഷം കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് നമുക്ക് ചെലവ് വരെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത്തരം സാഹചര്യത്തിൽ നമ്മൾ എടുത്ത ആ ഒരു ഇൻഷുറൻസിൽ ഒരു എക്സ്റ്റൻഷൻ ചെയ്യാണ്, ഒരു ആഡ് ഓൺ കവർ നമ്മൾ എടുക്കുകയാണ്. അതാണ് എന്ത്? ടോപ്പ് അപ്പ് കവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? നിലവിലുള്ള ഇൻഷുറൻസിലെ എമൗണ്ട് തീർന്നു പോകുമ്പോൾ പിന്നീട് വരുന്ന അധിക ചെലവുകൾ വഹിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ടോപ്പ് അപ്പ് കവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 5 നിങ്ങൾക്ക് ക്ലിയർ ആയ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വായിക്കാം.
ഓക്കെ ആണ്? മനസ്സിലായോ? അത്രയേ ഉള്ളൂ ആ സംഭവം. 5 ടൈപ്പ്. ഓക്കെ ആണ് എല്ലാവർക്കും? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കാലോ. ശരി, അപ്പൊ ആദ്യത്തെ നോക്കാം കേട്ടോ. ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ ഞാൻ പറയുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ്. ഇൻഷുർഡ് ആരാണ്? പോളിസി ഹോൾഡർ ആണ് കേട്ടോ. ആ ടേം ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞ് പോളിസി ഹോൾഡർ ആണ് കേട്ടോ. പോളിസി എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇൻഷുർഡ് a cover for all the expenses arising out of hospitalization owing to treatment needed for illness or accident. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ആക്സിഡന്റ് മൂലോ അസുഖം മൂലോ ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സമയത്ത്, ഹോസ്പിറ്റലൈസേഷൻ ആണ് പറയുന്നത് അല്ലെ, പ്രവേശിക്കപ്പെടുന്ന സമയത്ത്, അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളൊക്കെ വഹിക്കാനായിട്ടുള്ള ഒരു പരിരക്ഷ കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു കവറാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ, ആ പോയിന്റ് അത്രയേ ഉള്ളൂ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി നോക്കിയേ, ദിസ് ഈസ് എ ഇൻഡെമിനിറ്റി കവർ which ensures making good for the loss the insured is suffering from. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം എന്നുള്ള അർത്ഥം, നഷ്ടപരിഹാരം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഇതൊരു നഷ്ടപരിഹാര പദ്ധതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയാ, ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തി അനുഭവിക്കുന്ന എല്ലാ നഷ്ടങ്ങളും അതിലൂടെ അവർക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എൻ ഇൻഡെമിനിറ്റി കവർ എന്ന് പറഞ്ഞത്. ഒരു നഷ്ടപരിഹാര കവറേജ് ആണെന്ന് പറയാൻ റീസൺ അതുകൊണ്ടാണ് കേട്ടോ. ഇനി നോക്കിയേ, all the expenses are net based on the details mentioned on required bills and hospital documents. അപ്പോ അവിടെ നമ്മുടെ ചെലവുകള് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ആശുപത്രി ബില്ലുകള്, ഡോക്യുമെന്റ്സ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്ത് കൊടുക്കുന്നത്? അവർക്ക് ചെലവുകള് നിറവേറ്റപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷൻ ആൻഡ് ലിമിറ്റേഷൻസ്. ഇപ്പൊ ഓരോ കവറും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഏത് കവറേജ് ആണ് കേട്ടോ, ഓരോ കവറേജും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ചില പരിരക്ഷകൾ ലഭിക്കുന്നുണ്ട്, എക്സ്ക്ലൂഷൻസ് ഉണ്ട് അല്ലെ. ചിലത് ഒഴിവാക്കും, ചിലപ്പോൾ അത് ഓരോ പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലതില് എക്സ്ക്ലൂഷൻസ് ഉണ്ട്, അല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഓരോന്നിനും ഉണ്ട്. ഓരോ കവറിനും അതിൻ്റെതായ ചില സ്പെഷ്യാലിറ്റികളുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എത്ര മാത്രമാണ്? രോഗി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകൾ കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞ മെഡിക്കൽ ബില്ലുകളുടെയും ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചെലവുകൾ അവിടെ മീറ്റപ്പ് ചെയ്യുന്നത്. ക്ലിയർ? അത്രയും മനസ്സിലാക്കാൻ മതി. രണ്ടാമത്തതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ആദ്യത്തെ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ എ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ. നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അതിനകത്ത് കവർ ചെയ്യപ്പെടാത്ത ചില ചെലവുകളുണ്ട് അല്ലെ. അത്തരം ചെലവുകൾ വഹിക്കുന്ന ഒരു കവറേജ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞത്? നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കും അല്ലെ. നോക്കിയേ, ദോ ഹോസ്പിറ്റലൈസേഷൻ കവേഴ്സ് മെഡിക്കൽ എക്സ്പെൻസസ്, there are also incidental expenses which are non-medical in nature. അല്ലാണ്ട് വരുന്ന ചില ചെലവുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, അതുപോലെ ഓർ സ്റ്റേ, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസസ്. അതൊക്കെ എന്താണ്? നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നു, പറഞ്ഞ പോലെ ബസ് യാത്ര, അങ്ങോട്ട് പോവുകയും ഹോസ്പിറ്റലിൽ വരുന്നതും, പിന്നെ സ്റ്റേ ചെയ്യുന്ന പറയുമ്പോൾ കുറച്ച് മറ്റേ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ പോകും കേട്ടോ. റൂം റെന്റ് ഒക്കെ അതിനകത്ത് പോകും. ഇനിയിപ്പോ രോഗി അഡ്മിറ്റ് ആയ രോഗിയുടെ കൂടെ ആകസ്മികമായിട്ട് ഒരു ബൈസ്റ്റാൻഡർക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നാൽ അയാൾക്കൊരു അഡീഷണൽ ചെലവ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വരും. അതൊക്കെ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. അത്തരം ഇത് വഹിക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. Okay, critical illness policy is a benefit cover that covers the insured for any serious or critical illness. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് എന്താണ്, അത്തരം അസുഖങ്ങൾക്ക് ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് പരിരക്ഷ ലഭിക്കുന്നു. എങ്ങനെയുള്ള അസുഖങ്ങളാണ്? രണ്ടെണ്ണോട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സച്ച് ആസ് ക്യാൻസർ, പാരാലിസിസ്. പാരാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? തളർന്നു പോകുക അല്ലെ. രണ്ടാമത്തേല് അണ്ടർലൈൻ ചെയ്ത ആദ്യത്തെ സെന്റൻസ് കേട്ടാ,
hospital cash cover attends to those expenses which are not covered under a pure hospitalization cover. അത്ര മാത്രം അണ്ടർലൈൻ ചെയ്തത്. അതാണ് പോയിന്റ് കേട്ടോ. അതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ. ക്രിട്ടിക്കൽ ഇൽനെസ്സിലെ ഫസ്റ്റ് പോയിന്റ്, ആ ഫസ്റ്റ് സെന്റൻസ് ആണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടത്. എങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ്? ക്യാൻസർ ഉണ്ട്, പാരാലിസിസ്, തളർന്നു പോവുക, സ്ട്രോക്ക് ഒക്കെ വരുമ്പോ തളർന്നു പോവില്ലേ, അതുപോലെ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനത്തെ ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുന്നു. അതും പറയാണ് ഫോർ വിച്ച് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് may or may not be covered in a pure hospitalization cover. ഇപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറില് ഒരു പക്ഷെ ഈ പറയുന്ന ചെലവുകൾ വഹിക്കാം, വഹിക്കാതിരിക്കാം. ചിലപ്പോ വഹിക്കാം, ചിലപ്പോ വഹിക്കാതിരിക്കാം. പക്ഷെ വഹിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കവറേജ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? എടുക്കേണ്ടതായിട്ട് വരില്ല, എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നോക്കുക, സം ഗ്രേവ് ഇൽനെസ്സസ് may need prolonged recovery which requires the additional cost such as incidental expenses, possible loss of income or structural changes in the family. ഗ്രേവ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ കൂടിയും അതിന് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് താമസം എടുക്കും. ഇപ്പൊ പാരാലിസിസ്, ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ വന്ന് നമ്മളൊരു വശം തളർന്നു പോയി, ചിലപ്പോൾ കാലങ്ങളോളം നമ്മൾ തെറാപ്പി, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു പഴയ ലൈഫിലോട്ടൊക്കെ തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ റിക്കവറിക്ക് താമസം എടുക്കും. ആ ഒരു റിക്കവറി സമയത്ത് ഒരുപാട് അഡീഷണൽ കോസ്റ്റുകളൊക്കെ വരും, അല്ലെ? ഇൻസിഡന്റൽ എക്സ്പെൻസസ്, ചിലപ്പോൾ വരുമാനം നിലയ്ക്കും, കുടുംബത്തിന്റെ ആകെ എന്താ പറയാ സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവും, അല്ലെ? അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ചെലവുകൾ വഹിക്കാനായിട്ട് ഈ ഒരു കവറേജ് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വിച്ച് റിക്വയർ ദ അഡീഷണൽ കോസ്റ്റ് ലൈക്ക് ഇൻസിഡന്റൽ എക്സ്പെൻസ്, പോസിബിൾ ലോസ് ഓഫ് ഇൻകം, സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി. അപ്പൊ അതൊക്കെ വരും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇതിലൂടെ കവർ ചെയ്ത് പോവാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്തതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന എന്താണ് പരിക്കുകൾക്ക്, അത്തരം നഷ്ടങ്ങള്, ചെലവുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കവറേജ് ആണ്. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് ലയബിൾ ടു ബി പെയ്ഡ് ഓൺലി അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ്. ഓക്കെ. ആക്സിഡന്റിനാണത്. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് കൊടുക്കുന്നു. ഓക്കെ. ഇനി എന്താണ്? ദിസ് ഇസ് എ ബെനിഫിറ്റ് പ്ലാൻ ഇൻ വിച്ച് ദ ഓപ്റ്റൻ കവർ ഇസ് പെയ്ഡ് ആസ് എ ലംസം ബേസ്ഡ് ഓൺ ദി ഡിഗ്രി ഓഫ് ഡിസേബിലിറ്റി ആൻഡ് ഓർ ഡെത്ത്. അതായത് ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ മരണം സംഭവിക്കാം, മറ്റു ചിലവർക്ക് എന്തുണ്ടാവാം? എന്തെങ്കിലും ഡിസേബിലിറ്റി വരാം, അല്ലെ? വൈകല്യങ്ങൾ സംഭവിക്കാം ആക്സിഡന്റിലൂടെ. അപ്പോ മരണമായാലും ഇപ്പൊ വൈകല്യം സംഭവിച്ചു എന്നിരിക്കട്ടെ ആക്സിഡന്റ് മൂലം, ആ ഒരു വൈകല്യത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഒറ്റ തുകയായിട്ട്, ഒരു ഒറ്റ ലംസമായിട്ടാണ് ഈ ഒരു ബെനിഫിറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ മിക്കവരും എടുക്കുന്നതാണ്, ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നവരാണ്. ചിലപ്പോൾ ആക്സിഡന്റ് വരുമ്പോൾ മരണം സംഭവിക്കാം, ചിലവർ മരിക്കില്ല, പക്ഷെ കാലാകാലങ്ങളോളം വളരെ ഡിസേബിൾ ആയിട്ട് കഴിയേണ്ട ഒരു സ്ഥിതി വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തില് അവർക്ക് എന്താണ് ഒരു ഒറ്റ തുകയായിട്ട് അവർക്ക് ആ ഒരു എമൗണ്ട്, ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുകയാണ്, പോളിസി ഹോൾഡർക്ക് നൽകുകയാണ്. ആ ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ പേഴ്സണൽ ആക്സിഡന്റ് കവർ. അടുത്തതാണ് എന്ത്? ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് കവർ എന്താന്ന് പറഞ്ഞത്? എക്സ്റ്റൻഷൻ ഓഫ് നമ്മൾ നിലവിലുള്ള ഹോസ്പിറ്റൽ കവറിന്റെ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. എ ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ ഈസ് കൺസിഡേർഡ് ആസ് എൻ എക്സ്റ്റൻഷൻ ഓവർ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ആസ് എൻ എക്സ്റ്റൻഷൻ ഓവർ യുവർ കറന്റ് ഹെൽത്ത് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു കവറേജ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. This policy can be considered as an add-on cover. അതാണ് add-on cover ആണ് to your current hospitalization policy. ഇപ്പൊ പറഞ്ഞ അതേ പോയിന്റ് ആണ് കേട്ടോ. നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ ഒരു add-on cover ആണ്. കാര്യം അതിലുള്ള തുക തീർന്നു പോയി, അതിൽ ഇൻഷുർ ചെയ്ത തുക തീർന്നു പോയി, പക്ഷെ എന്നിട്ടും നമുക്ക് ഒരുപാട് ചെലവുകൾ ബാക്കിയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ടോപ്പ് അപ്പ് കവർ ആയിരിക്കും ഉപകാരപ്പെടുക. ഓക്കെ. In case of higher expenses due to illness or accidents, when the existing policy sum, അതന്നെ ശരിയാണ് കേട്ടോ സുഷ, എക്സിസ്റ്റിംഗ് പോളിസി സം ഇൻഷുർഡ് ഗെറ്റ്സ് എക്സ്ഹോസ്റ്റഡ്, തീർന്നു പോയി കഴിഞ്ഞാൽ, അല്ലെ? തീർന്നു പോയി എന്ത് ചെയ്യും? എ ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് ദ എക്സ്ട്രാ എക്സ്പെൻസസ്. അധികം വരുന്ന എക്സ്പെൻസസിനൊക്കെ ടോപ്പ് അപ്പ് കവർ ആയിരിക്കും എന്താ സഹായിക്കാം. ക്ലിയർ ആണല്ലോ? 5 ടൈപ്പ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി അതിന് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ഭാഗത്തോട്ട് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ.
അടുത്തതാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. വേറൊരു ഇതാണ് നമ്മൾ പഠിക്കുന്നത്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, നമ്മുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗവൺമെന്റ് എല്ലാ പൗരന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും അവർക്കായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതാണ് എന്ത്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. എല്ലാ പൗരന്മാർക്കായിട്ടും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കായിട്ടും നമ്മുടെ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആനുകൂല്യമാണ് അല്ലെ. അതിനെയാണ് നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് അസംഘടിത മേഖലയില് എന്താ പറയാ ജോലി ചെയ്യുന്ന ആളുകൾ, അസംഘടിത മേഖല എന്ന് പറഞ്ഞെങ്കിൽ നിർമ്മാണ തൊഴിലാളികള്, വഴിയോര കച്ചവടക്കാര്, വീട്ടുജോലിക്കാര്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള അസംഘടിത തൊഴിലാളികള്. അതുപോലെ അവർക്ക് മാത്രമല്ല, ഈ BPL കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, ബിലോ പോവർട്ടി ലൈൻ, ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾ. BPL മാത്രമല്ല, നോൺ BPL ചിലവർക്ക് ദാരിദ്ര്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട്, അതുപോലെ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെ, അങ്ങനെയുള്ള ആളുകൾ, അവരൊക്കെ ശരിക്കും പറഞ്ഞ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആനുകൂല്യമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി വായിക്കാം. ഇറ്റ് ഈസ് എൻ ഇൻഷുറൻസ് പ്രോഗ്രാം that meets at least one of the following 3 conditions. എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് മനസ്സിലാക്കാനായിട്ട് താഴെ 3 കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ആ ഒരു 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എല്ലാം തന്നെ എന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ 3 സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം തന്നെ ഈ ഇൻഷുറൻസിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ഓരോ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ലോ or by the conditions of employment. ഫസ്റ്റ് കാര്യമാണ് പറയുന്നത്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഇസ് മാൻഡേറ്ററി ഐദർ ബൈ ലോ or by the conditions of employment. ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം ബൈ ദ ലോ, അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എന്താണ് ഈ ഒരു പ്രോഗ്രാമില്, ഏത് പ്രോഗ്രാമില്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമുകളില് ആളുകൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ഓരോ ആളുകൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിനകത്ത് പങ്കാളികളായിരിക്കണം. അതും മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും പങ്കാളികളാകണം. എന്ന് പറഞ്ഞാല് ലോ പ്രകാരം, നിയമപ്രകാരം നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും അവിടുത്തെ താമസക്കാരും ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ പങ്കെടുക്കണമെന്ന് സർക്കാർ നിർബന്ധിക്കുന്നുണ്ട്, ഗവൺമെന്റ് നിർബന്ധിക്കുന്നുണ്ട് ബൈ ദ ലോ പ്രകാരം. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വ്യവസ്ഥ പ്രകാരം. ഇപ്പോ ഏതെങ്കിലും ഒരു എന്താ പറയുക ഫാക്ടറി ആണെന്നിരിക്കുന്നത്, അപ്പൊ അവിടെ തൊഴിലുടമകള് ജീവനക്കാരെ നിർബന്ധിക്കണം. ഈ തൊഴിലുടമകൾ ആ ഒരു തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ എന്താ പറയാ ഉൾപ്പെടാനായിട്ട് തൊഴിലാളികളെ എന്ത് ചെയ്യാണ്? നിർബന്ധിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലുള്ള ഇൻഷുറൻസ് ആണ്. മനസ്സിലായല്ലോ? അതാണ് കേട്ടോ ആദ്യത്തെ പോയിന്റ്. പാർട്ടിസിപ്പേഷൻ ഈസ് മാൻഡേറ്ററി ആണ് ഐദർ ബൈ ലോ, ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. ശരിക്കും പറഞ്ഞ ഇതൊരു ഗ്രൂപ്പ് പോളിസിയാണ്. അതായത് ഈ പറയുന്ന ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചിട്ടാണ്, വ്യക്തികൾ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുകയും ഗ്രൂപ്പ് മെമ്പേഴ്സിനായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയാ ഇൻഷുറൻസ് പോളിസിയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വ്യക്തിക്ക് നല്ല അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകള്, അങ്ങനെയുള്ളവർക്ക്, ബിലോ പോവർട്ടി ലൈനിൽ നിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിലായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് എന്തെന്ന് പറയുന്ന ഇൻഷുറൻസ് പ്രോഗ്രാം ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, an employer makes a contribution to the program on behalf of an employee. അപ്പൊ എംപ്ലോയിയും എംപ്ലോയറും വാക്ക് മാറിപ്പോകരുത് കേട്ടാ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമയാണ് കേട്ടാ. എംപ്ലോയി എന്ന് പറഞ്ഞാല് തൊഴിലാളികളാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്?
ഒരു തൊഴിലുടമകള് അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻഷുറൻസിലേക്ക് എന്ത് ചെയ്യാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചതാണ്. അതിനകത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞു, PF കുറിച്ചൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ PF തൊഴിലുടമയും കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നതുപോലെ തന്നെ ഈ ഒരു ഇൻഷുറൻസില് തൊഴിലുടമകള് അവരുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യാണ്. ഓക്കെ, രണ്ടു കൂട്ടരും സംഭാവന ചെയ്യും, പക്ഷെ തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, തൊഴിലുടമ എന്ത് ചെയ്യാണ്, അവരുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രീമിയത്തിന്റെ, ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ഒരു ഭാഗം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതൊക്കെയാണ് 3 പ്രത്യേകതകൾ, 3 കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, മീറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം ആണ്. എന്തൊക്കെയാണ് 3 കണ്ടീഷൻസ്? ഒന്നില്ലെങ്കിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എല്ലാ ആളുകളും എന്താണ്, ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കണം. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഗ്രൂപ്പ് മെമ്പേഴ്സിലേക്കായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഒരു എംപ്ലോയർ തന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രീമിയത്തിന്റെ ഒരു ഭാഗം അവർ ഈ ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഈ കണ്ടീഷൻസ് ഓർത്തു വെക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നോക്കാം ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്. അതായത് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസിന്റെ ബെനിഫിറ്റ്സുകളും സവിശേഷതകളും എന്തൊക്കെയാണ്? ഇപ്പൊ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട്, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. നമ്മളിവിടെ പറയുന്നത് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ്സുകൾ, അതിന്റെ പ്രയോജനങ്ങൾ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫർഡ് അറ്റ് ലോ കോസ്റ്റ്. ശരിയല്ലേ? അതായത് ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, കുറഞ്ഞ ചെലവിലാണ് വാഗ്ദാനം ചെയ്യുന്നത്. കുറഞ്ഞ ചെറിയ എന്താ പറയാ, ചെറിയൊരു പ്രീമിയത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് സ്കീമൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഗവൺമെന്റിന്റെ കാര്യം വന്നിട്ട് പറയുന്നത്, അപ്പൊ ഗവൺമെന്റ് സ്കീമുകൾ പൊതുവെ കുറഞ്ഞ ചെലവിലായിരിക്കും വാഗ്ദാനം ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്, BPL families can also get of insurance benefits with this policy. അപ്പൊ ഈ ഒരു പോളിസി കൊണ്ട് BPL വിഭാഗത്തിൽ പെടുന്ന കുടുംബങ്ങൾക്കും എന്ത് ലഭിക്കുന്നുണ്ട്? ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ബിലോ പോവർട്ടി ലൈൻ. BPL എന്താണ്? ബിലോ പോവർട്ടി ലൈൻ. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കും ഈ ഒരു പോളിസിയിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ദ പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. പാവപ്പെട്ട ആളുകൾക്കും ഈ ഒരു പോളിസി കവറേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ദ പോളിസി കൺസിസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ദ ബെറ്റർ ഹെൽത്ത് കെയർ. അപ്പൊ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളിലായാലും ഗവൺമെന്റ് ആശുപത്രികളിലായാലും നമുക്കൊരു ഹെൽത്ത് കെയറിന് ഉപയോഗപ്പെടുത്താം കേട്ടോ. അതായത് ഗവൺമെന്റ് സ്കീം ആയതുകൊണ്ട് ഗവൺമെന്റ് സ്കീമിൽ ഹോസ്പിറ്റലിൽ മാത്രമേ ആനുകൂല്യം കിട്ടുന്നു എന്നൊന്നുമില്ല. ഈ ഒരു ഗവൺമെന്റ് സ്കീം എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളിലായാലും ഗവൺമെന്റ് ആശുപത്രികളിലായാലും ഒരു നല്ല പരിചരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ്സും അതിന്റെ എന്താ പറയാ സവിശേഷതകളും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതി എപ്പോഴും കുറഞ്ഞ ചെലവില് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്രീമിയം തുകയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് സാധിക്കും. സാധാരണക്കാർക്ക് ആർക്കും സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ബിലോ പോവർട്ടി ലൈൻ അല്ലെ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ ഒരു പോളിസി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്കും ഈ ഒരു എന്താ പറയാ പോളിസി കവറേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോളിസി നമുക്ക് സ്വകാര്യ ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഓർത്തു വെക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ESI കുറിച്ചാണ് കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം നമ്മൾ കുറച്ച് ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, വളരെ കുറച്ച്.
ലീഗൽ ആൻഡ് എത്തിക്സ് അല്ലെ, എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ ESI ലോയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ ESI എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളിപ്പോ പറഞ്ഞ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇത് ESI എന്ന് പറയുന്നത് കേട്ടോ. എംപ്ലോയീസ് ഫുൾ ഫോം പഠിച്ചിരിക്കണം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അതൊരു സോഷ്യൽ ഹെൽത്ത് കെയർ സ്കീമാണ് കേട്ടോ. ഒരു സോഷ്യൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ആണ് കേട്ടോ. നോക്കാം, അതിന്റെ ഇതിൽ പറഞ്ഞ എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യാം. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. ഓരടിക്കുന്നുണ്ടോ നമുക്ക്? ഓരടിക്കുന്നുണ്ടോ? ഓക്കെ, നോക്കാം. Established in 1948, the Employee State Insurance Scheme അഥവാ ESIS. അവസാനത്തെ എസ് സ്കീം എന്നാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഗീവ്സ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. അറിയാലോ, നമ്മുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം 1948 കേട്ടോ സ്ഥാപിതമായത്. നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്, ESI ആക്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. 1948 എന്ന് പറഞ്ഞ് നമ്മൾ അന്ന് പഠിച്ചിരുന്നു. അപ്പൊ 1948 സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? പണവും മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളും ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ആനുകൂല്യങ്ങളും പണവും ഒക്കെ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC കേട്ടോ. ESIC എന്താണ്? കോർപ്പറേഷൻ. ദാറ്റ് കൺട്രോൾസ് the scheme and it is a corporate semi-government body led by the Union Minister of Labour as chairman and the Director General as the Chief Executive. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഈ ഒരു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഉണ്ടല്ലോ, അത് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് കേട്ടോ. ESIC ആണ് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ESIC എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് അർദ്ധ സർക്കാർ ബോഡിയാണ് കേട്ടോ. ഒരു കോർപ്പറേറ്റ് അർദ്ധ സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത് ESIC എന്ന്. അർദ്ധ സർക്കാരാണ്, പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അത് കുറച്ച് കോർപ്പറേറ്റ് ആണ്. അപ്പൊ കോർപ്പറേറ്റ് അർദ്ധ സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് വന്നിട്ട് നമ്മുടെ കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ. അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ഈ ഒരു ESICയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ആണ് ആര്? ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? ESICയുടെ എന്താണ് ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ അല്ല, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ. കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ്. അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രി ആരാണെന്ന് അറിയാമോ? മൻസുഖ് മാണ്ഡവ്യാണ് കേട്ടോ. മൻസുഖ് മാണ്ഡവ്യാണ് നമ്മുടെ കേന്ദ്ര തൊഴിൽ മന്ത്രി കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ കേട്ടോ. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് നിലവിലെ ഡയറക്ടർ ജനറൽ ഓഫ് ESIC അദ്ദേഹമാണല്ലോ ചീഫ് എക്സിക്യൂട്ടീവ്. അശോക് കുമാർ സിൻഹാണ് കേട്ടോ. സിൻഹാന ഞാൻ തെറ്റിപ്പോയി. അശോക് കുമാർ സിംഗ് കേട്ടോ. അശോക് കുമാർ സിംഗ് ആണ് എന്ത്? നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ESIC. അതൊന്നും ചോദിക്കില്ല, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ആ ഒരു പോയിന്റിൽ തന്നെ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന്, 1947 ESIC സ്ഥാപിതമായത്. ഓക്കെ, ഇനി ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് ആളുകൾക്ക് പണവും മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സ്കീം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ESIC ആണ് അല്ലെ. അതായത് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇതൊരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു കോർപ്പറേറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനമാണ് കേട്ടോ. ഏത്? ESIC എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? യൂണിയൻ നമ്മുടെ കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് അതിന്റെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഡയറക്ടർ ജനറൽ ആണ് എന്ത്? അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. 5 പോയിന്റ് ആണ് ആ ഒരു ഇതിന് മാത്രം നമുക്ക് കിട്ടിയത്. 5 പോയിന്റുകളാണ് കേട്ടോ നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, മനസ്സിലായല്ലോ ആ ഒരു ഇതിന്റെ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കേണ്ട, അവിടെ കുറെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. To make use of the sickness benefit, the employee has to have. ഇതൊക്കെ നമ്മൾ പറഞ്ഞ
ESICയുടെ പ്രത്യേകതകളാണ് കേട്ടോ. എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ടു മേക്ക് യൂസ് ഓഫ് ദ സിക്നെസ് ബെനിഫിറ്റ് ദ എംപ്ലോയി ഹാസ് ടു ഹാവ് വർക്ക്ഡ് ഫോർ 78 days ബിഫോർ ദ സിക്നെസ്. ആ 78 days എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ആ ദിവസത്തിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അവിടെ പറയുന്നത്? ഈ പറയുന്ന അസുഖങ്ങളുടെ അസുഖാനുകൂല്യം അല്ലെ, സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ആ ഒരു ജീവനക്കാരൻ അല്ലെ അസുഖം ബാധിക്കുന്നതിന് മുൻപ് 78 ദിവസമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ജോലി ചെയ്തിരിക്കണം. മനസ്സിലായോ? ആ ഒരു സിക്നെസ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അസുഖം ബാധിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു തൊഴിലാളി ആ ഒരു ജീവനക്കാരൻ 78 ദിവസമെങ്കിലും ഉണ്ട് വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ എത്ര ദിവസമാണ്? 78 ദിവസമാണ്. അപ്പൊ 78 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. സിമിലർലി, ടു മേക്ക് യൂസ് ഓഫ് ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് the woman has to have worked for 70 days before availing the benefit. ആ 70 days ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മുൻപായിട്ട് 70 ദിവസമെങ്കിലും അവരവിടെ വർക്ക് ചെയ്തിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു പുരുഷന്മാരെ സംബന്ധിച്ചാലും സ്ത്രീകളെ സംബന്ധിച്ചായി കഴിഞ്ഞാലും സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ആ ഒരു അസുഖം വരുന്നതിന് മുൻപ് അവര് 78 ദിവസം അവിടെ വർക്ക് ചെയ്തിരിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പ്രസവാനുകൂല്യം കിട്ടും അല്ലെ. ആ പ്രസവാനുകൂല്യം ലഭിക്കുന്നതിന് മുൻപായിട്ട് അവർ കുറഞ്ഞത് 70 ദിവസമെങ്കിലും അവിടെ വർക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മെറ്റേണിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അതിന് ക്വസ്റ്റ്യൻ വരാം, എത്ര ദിവസത്തിലാണ് സിക്നെസ് ബെനിഫിറ്റ് കിട്ടുക ESICയില്? അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര നാള് വർക്ക് ചെയ്യണം? 70 ദിവസം വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിനെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൈമറിലി ഡിസൈൻഡ് ടു ഹെൽപ്പ് ഫാക്ടറി വർക്കേഴ്സ് ഹാൻഡിൽ ദ എക്സ്പെൻസസ് ഫോളോയിങ് ആക്സിഡന്റ്സ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്. അത് നമ്മൾ അന്ന് മറ്റേ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ESIയിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫാക്ടറി തൊഴിലാളികളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ പറയുന്ന അപകടങ്ങൾ, ഇപ്പൊ ഫാക്ടറി തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ആ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും പരിക്കുകളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ചെലവുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ESI കേട്ടോ, എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. കാരണം അവർക്ക് ആ തൊഴിൽ ഇടങ്ങളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റാം അല്ലെ, അപകടങ്ങൾ സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക്, അങ്ങനെ ഉണ്ടാകുന്ന ചെലവുകള് കൈകാര്യം ചെയ്യാനായിട്ട് അതിനു വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ESI. എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓക്കെ, പിന്നെന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഈസ് അവൈലബിൾ ഫോർ ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ഡിഫറെന്റ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയില് പല പല ഫാക്ടറികൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഫാക്ടറികൾ പൊതുവെ കുറവാണ്. പക്ഷെ ഔട്ട് ഓഫ് സ്റ്റേറ്റ്, കേരളം വിട്ട് കഴിഞ്ഞാൽ അധികം എന്താണ് ഒരുപാട് ഇൻഡസ്ട്രികൾ, ഒത്തിരി ഫാക്ടറികൾ ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തില് നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ ഒരു ESI ആനുകൂല്യം ലഭിക്കും കേട്ടോ. പിന്നെന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ദ വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് 21,000. ആ എമൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തിടാം കേട്ടോ. 21,000 പെർ മന്ത് ആണ് കേട്ടോ, പെർ മന്ത് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദിസ് സ്കീം. ഇതാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ESI പദ്ധതിയിൽ ഉൾപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നാ പറയേണ്ടത്? പ്രതിമാസം 21,000 രൂപയിൽ കൂടാതെ, 21,000 രൂപയില് അത്തരം രൂപയിൽ കൂടാതെ വേതനമുള്ളവർക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കൂ. അതായത് മാക്സിമം പോയ 21,000 രൂപ വരെ പ്രതിമാസ ശമ്പളം ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടില്ല? ESI പരിരക്ഷ ലഭിക്കില്ല. ആദ്യം കുറച്ച് നാൾ മുമ്പ് വരെ 15,000 രൂപയാണ്. പിന്നീട് ഇതിപ്പോ മാറ്റിയിട്ട് 21,000 എത്തിയിട്ടുണ്ട്. ആദ്യം 15,000 രൂപ വരെ സാലറി, അതിനുള്ളിലുള്ള സാലറി ഉള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതിന്റെ ലിമിറ്റ് ഒന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അത് 21,000 ആണ് കേട്ടോ. മനസ്സിലായോ? പ്രതിമാസം 21,000 വേതനത്തിൽ കൂടാതെ വരുന്ന ആളുകൾക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. എത്ര പോയിന്റുകൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു? എന്താണ് ESI പദ്ധതി അല്ലെ? പ്രധാനമായിട്ടും ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്.
കൊടുത്ത് അത് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഫാക്ടറി തൊഴിലാളികൾക്കും ഈ ഒരു ESI ആനുകൂല്യം ലഭിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. പ്രതിമാസം 21,000 രൂപയ്ക്ക് താഴെ വരുന്ന ജീവനക്കാർക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യത്തിന് ഈ ഒരു സ്കീമിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് കേട്ടോ, 4ാമത്തെ പോയിന്റ് ഇതാണ്. എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസില് 3ാമതൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. എംപ്ലോയീസും തൊഴിലുടമകളും അതുപോലെ തന്നെ തൊഴിലാളികളും ഈ ഒരു എന്താ പറയുക സ്കീമില് പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ PF പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അന്ന് നമ്മൾ PF പറഞ്ഞു തൊഴിലുടമയും ജീവനക്കാരും ഒരേ തുക തന്നെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ തൊഴിലുടമകളും തൊഴിലാളികളും ആ ഒരു ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരേ നിരക്കിലല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരേ രീതിയിലല്ല. അതും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എംപ്ലോയീസ് പേ ഓൺ ആവറേജ് ഓഫ് 0.75% ഓഫ് ദ വേജ് ആൻഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് 3.25% ഓഫ് ദ വേജ് ഫിഗർ. അതായത് തൊഴിലാളികളുണ്ടല്ലോ, ജീവനക്കാര് അവരുടെ എന്താ പറയാ വേതനത്തിന്റെ ശരാശരി ഒരു 0.75 0.75 അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. എംപ്ലോയീസ് ആണെന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. തൊഴിലാളികള് അവരുടെ വേതനത്തിന്റെ ശരാശരി 0.75%, എംപ്ലോയർമാര് തൊഴിലുടമകൾ ഉണ്ടല്ലോ, തൊഴിൽദാതാക്കള്, അവര് വന്നിട്ട് ആ ഒരു വേതന ബില്ലിന്റെ 3.25% ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസിന്റെ പ്രീമിയത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്. The employee who is getting daily wage of less than ₹176 shall be excluded from the payment of contribution. അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്രതിദിനമാണ് കേട്ടോ, ഡെയിലി വേജ് ആണ് അവർ പറയുന്നത്. പ്രതിദിനം ഒരു 176 രൂപയിൽ താഴെ എന്താ പറയാ ലഭിക്കുന്ന ജീവനക്കാർക്ക് എന്ത് കൊടുക്കണ്ട, ഈ ഒരു പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞില്ല, എംപ്ലോയറും എംപ്ലോയീസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ജീവനക്കാര് വന്നിട്ട് അവരുടെ വേതനത്തിന്റെ 0.75%, തൊഴിലുടമ വന്നിട്ട് വേതന ബില്ലിന്റെ 3.25% ഈ ഒരു ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തൊഴിലുടമ തന്നെയാണ്. പക്ഷെ 4ാമത്തെ പോയിന്റിൽ പറഞ്ഞതാണ്, ഇപ്പൊ ഒരു ദിവസ വേതനം പ്രതിദിനമാണ് കേട്ടോ, ദിവസ വേതനം ഒരു 176 രൂപയില് താഴെ വരുന്ന ജീവനക്കാര് ഈ ഒരു പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പ്രതിദിനം 176 എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്, അല്ലെ? 200 രൂപ പോലും ഇല്ല. ദിവസം ഒരു 176 താഴെ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ വരുമാനമാണ്. അപ്പൊ അവർക്ക് ആ ഒരു പ്രീമിയം അടക്കേണ്ടി വരുന്നില്ല, അവരെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ESI ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. മനസ്സിലായോ ഓരോ പോയിന്റുകൾ എന്താണുള്ളത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഭാഗമാണ്. അപ്പൊ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്നിപ്പോ ഓക്കെ, ഇനി ഒരു ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ESI ബെനിഫിറ്റ്സ് ആണ്. ഇത് മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ ആദ്യത്തെ 2 പോയിന്റ് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ. ESI മൂലം ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ബെനിഫിറ്റുകളാണ്? ഒരുപാടുണ്ട്. സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രസവാനുകൂല്യം ലഭിക്കുന്നുണ്ട്, അതുപോലെ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് വൈകല്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ ഫ്യൂണറൽ ബെനിഫിറ്റ് ഉണ്ട്, ശവസംസ്കാരത്തിനായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഓഫ്കോഴ്സ് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് കൂടാതെയുള്ള ബെനിഫിറ്റുകൾ ഇതൊക്കെയാണ്: സിക്നെസ് ബെനിഫിറ്റ്, എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും മതി. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ലേറ്റ് ആയിട്ട് കയറിയവർ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് വെയിറ്റിംഗ് പീരീഡിൽ ഉൾപ്പെടുത്താത്ത രോഗങ്ങളെ കുറിച്ചാണ്. വെയിറ്റിംഗ് പീരീഡ് എന്താന്ന് നമ്മൾ പറഞ്ഞ ഒരു നിശ്ചിത കാലയളവാണ്.
ആ ഒരു കാലയളവിനകത്ത് എന്ത് ലഭിക്കില്ല, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ചികിത്സകളോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. ആ ഒരു വെയിറ്റിംഗ് പീരീഡില് കവറേജ് ലഭിക്കാത്ത ചില അസുഖങ്ങളെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് അസുഖങ്ങള്? ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസർ, ഫിസ്റ്റുല, അതുപോലെ ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, അതുപോലെ BPH കേട്ടോ, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്, കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഡെന്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് ജെനറ്റിക് ഡിസീസ്, കൺജനിറ്റൽ കണ്ടീഷൻസ്. ചോദിക്കൂട്ടോ വെയിറ്റിംഗ് പീരീഡിൽ ആ ഒരു ടൈം വരെ നമുക്ക് കവറേജ് ലഭിക്കില്ല, നിശ്ചിത കാലയളവ് വരെ നമുക്ക് പരിരക്ഷ ലഭിക്കില്ല. പക്ഷെ ആ കാലയളവിന് ശേഷം നമുക്ക് പരിരക്ഷ ലഭിക്കും. ആ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഒരു വർഷം തുടങ്ങി 4 വർഷം വരെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് പല ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പ്രധാനമായിട്ടും 5 തരത്തിൽ കണ്ടു. ഒന്ന് ഹോസ്പിറ്റലൈസേഷൻ കവർ, അതായത് അസുഖം മൂലം, ആക്സിഡന്റ് മൂലം രോഗി ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചെലവുകളും ഈ ചെലവുകൾക്കുള്ള പരിരക്ഷ ലഭിക്കും. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ ഒരു ചെലവ് നടത്തുന്നത്, ആ ഒരു ചെലവ് നമ്മൾ നിശ്ചയിക്കുന്നത് മെഡിക്കൽ ബില്ലുകളുടെയും ഡോക്യുമെന്റ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. രണ്ടാമത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. അത് വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടാതിരിക്കുന്ന ചില ചെലവുകളുണ്ട്, അതായത് നോൺ മെഡിക്കൽ ചെലവുകൾ. ഓക്കെ, അത്തരം ചെലവുകൾക്കുള്ള പരിരക്ഷ കൊടുക്കുന്ന ഒരു കവറേജ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസർ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് പരിരക്ഷ കൊടുക്കുന്ന സംവിധാനമാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. പിന്നെ കണ്ടത് പേഴ്സണൽ ആക്സിഡന്റ് കവറാണ്. ആക്സിഡന്റ് മൂലം ഉണ്ടാവുന്ന, പ്രത്യേകം ഓർക്കാം, ആക്സിഡന്റ് മൂലം ഉണ്ടാവുന്ന പരിക്കുകൾക്ക്, അത്തരം നഷ്ടങ്ങൾക്കൊക്കെ പരിരക്ഷ കൊടുക്കുന്ന സംവിധാനമാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മരണം സംഭവിച്ചാൽ അങ്ങനെ കിട്ടും. ഇനി അതല്ല വൈകല്യമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ വൈകല്യത്തിന്റെ തോതനുസരിച്ച്, ആ വൈകല്യത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു നിശ്ചിത തുക, ഒറ്റ തവണയായിട്ട് ഒരു നിശ്ചിത തുക ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുകയാണ്. ടോപ്പ് അപ്പ് കവർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതിലൂടെ എന്താണ് നമുക്ക് വഹിക്കാൻ പറ്റാതിരിക്കുന്നത്, അത് കഴിഞ്ഞ് അതിലുള്ള എമൗണ്ട് തീർന്ന് പിന്നീട് അതിന് പുറത്തേക്ക് ഒരു ചെലവുകൾ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും പങ്കാളികളായിരിക്കണം. രണ്ടാമത്തത് ഇത് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അതുപോലെ ഈ ഒരു ഇൻഷുറൻസിലെ എംപ്ലോയറും എംപ്ലോയീസും എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രീമിയത്തിന്റെ ഒരു ഭാഗം ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലുടമ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ESI എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗവൺമെന്റ് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ കണ്ടു. ESIയുടെ എല്ലാ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 1948 ESI സ്ഥാപിതമായത്. അതിലെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്ത് ESIC ആണ്. പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് അതിന്റെ ചെയർമാൻ, ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. അതുപോലെ ഒരു സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിന് മുമ്പായിട്ട് 78 ദിവസമെങ്കിലും വർക്ക് ചെയ്യണം. മെറ്റേണൽ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 70 ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. അതുപോലെ ആ ഒരു ലിമിറ്റ് അടങ്ങിയിരിക്കും. 21,000 രൂപയാണ് കേട്ടോ. അതിന് ഉള്ളിൽ താഴെ വേതനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ESIയിലോട്ട് എംപ്ലോയീസ്, ജീവനക്കാര് അവരുടെ വേതനത്തിന്റെ 0.75%, 0.75 ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയർ ആണെങ്കിൽ 3.25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 176 രൂപ ദിവസ വേതനത്തിൽ കുറയുന്ന ജീവനക്കാർക്ക് ഇതിലേക്ക് എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബെനിഫിറ്റ്സ് അടുത്ത ക്ലാസ്സിൽ പറയും കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചു വരണം, ഞാൻ ചോദിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ? ഞാൻ ചോദിക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത് കേട്ടോ. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരിക. ഓക്കെ, ശരി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൺഡേ കാണാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാണ്, മൺഡേ 1.5 മണിക്കൂർ ആയിരിക്കുള്ളൂ കേട്ടോ ക്ലാസ്. 2 മണിക്കൂർ ഉണ്ടാവില്ല. 10:30 തൊട്ട് 12 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിന് മിസ് ലീവ് ആയിരിക്കും. ഞാൻ തന്നെയായിരിക്കും ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് പറയാണ്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.